എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ ഒരു കോഴ്സ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാപനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് കിഡ്സ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ട്രിവാൻഡ്രത്ത് മെയിൻ ക്യാമ്പസുള്ള ഈ ഒരു സ്ഥാപനത്തിലെ അഡ്മിഷൻ്റെ സമയമാണിപ്പോൾ. ഇവിടെ 6 മന്ത്സിലുള്ള ഓൺലൈൻ ക്ലാസുകൾ മുതൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം വരെയുള്ള വിവിധ ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള UG, PG, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്. ഇപ്പോൾ അതിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.kids.edu.org എന്ന വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കിഡ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് അണ്ടറിലുള്ള സ്ഥാപനമാണിത്. MBAക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ KMAT അല്ലെങ്കിൽ CMAT ഒക്കെ എഴുതേണ്ട ആവശ്യമുണ്ട്. ആ KMATന് അപ്ലൈ ചെയ്യാനുള്ള അവസാന സമയമാണിപ്പോൾ. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും MBA അഡ്മിഷൻ സ്റ്റാർട്ടഡ് ഫോർ ദ അക്കാദമിക് ഇയർ 2025 എന്ന് കാണാം. അപ്പോൾ MBAക്ക് അപ്ലൈ ചെയ്യാനുള്ള ആളുകളാണെങ്കിൽ അപ്ലൈ ഓൺലൈനിലെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മൊത്തം നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം, ഏതൊക്കെ കോഴ്സുകളാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അതുപോലെ കിഡ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് അണ്ടറുള്ള സ്ഥാപനമാണ്. സ്കിൽ ഓറിയൻറ്റഡ് ആൻഡ് സ്റ്റുഡൻറ്റ് സെൻട്രിക് ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലേസ്മെൻറ്റ് റെക്കോർഡാണ് എമംഗ് ദ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ദ കൺട്രി എന്നാണ് പറയുന്നത്. രാജ്യത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ആഡ് ഓൺ കോഴ്സുകളാണ് മറ്റൊരു പ്രത്യേകത. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ഫോറിൻ ലാംഗ്വേജിലും സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലുള്ള ആഡ് ഓൺ കോഴ്സുകൾ കിട്ടും. വെൽ എക്യുപ്ഡ് ലാബ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫോർ ഗേൾസ് വിതിൻ ദ ക്യാമ്പസാണ്. ഇതിൻ്റെ ക്യാമ്പസിൽ ഗേൾസിന് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള ക്യാമ്പസ്, എന്നാൽ ട്രിവാൻഡ്രത്ത് സിറ്റിയിൽ തന്നെയാണ് ഈ ഒരു ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. UNWTOയുടെ അഫിലിയേറ്റഡ് മെമ്പറാണ്. അതുപോലെ പ്രൊഫഷണൽ ബോഡീസാണ് IATO, അതുപോലെ പാറ്റ തുടങ്ങിയ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ. അതുപോലെ 36 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഗവൺമെൻറ് സ്ഥാപനമാണ് കിഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അലുമിനെ എന്താണെന്ന് നിങ്ങൾക്ക് അപ്പോൾ ഊഹിച്ചാൽ മതിയാവും. അത്രത്തോളം കണക്റ്റഡ് ആണ് ഇന്ത്യക്ക് പുറത്തും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും അതുപോലെ ഇൻഡസ്ട്രി എക്സ്പേർട്സുമാണ്. ഇനി നമ്മൾ അതിൻ്റെ പ്രോഗ്രാമുകളിലേക്ക് കിടക്കാൻ പോകണം. ഫസ്റ്റ് പറയാൻ പോകുന്നത് MBA ട്രാവൽ ആൻഡ് ടൂറിസമാണ്. 2 വർഷത്തെ പ്രോഗ്രാമാണ്. 50% മാർക്കോടുകൂടി ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. നേരത്തെ പറഞ്ഞ പോലെ KMAT CMAT സ്കോറിന് പരിഗണിച്ചിട്ടാണ് അഡ്മിഷൻ. ജൂൺ 15 തീയതി 2025 ആപ്ലിക്കേഷൻ്റെ അവസാന ഡേറ്റ്. ചിലപ്പോൾ ഈ ഡേറ്റിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. കിഡ്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അപ്ലൈ ഓൺലൈൻ തന്നെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കോഴ്സുകളെല്ലാം പറഞ്ഞ ശേഷം അത് കാണിക്കാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ KMAT എഴുതാനുള്ള അവസാന ചാൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് MBA ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. KMAT എക്സാമിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കിഡ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കാൻ കിട്ടുന്ന ഒരു ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണാം. പിന്നെ രണ്ടാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്, MTTM എന്ന് പറഞ്ഞ കോഴ്സാണ്. ഇത് 2 വർഷത്തെ കോഴ്സാണ്. ഇതിന് പറഞ്ഞ പോലെ KMATും CMAT ഒന്നും വേണ്ട. 50% മാർക്കോടുകൂടി ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ നോൺ സയൻസിൽ 55% സയൻസ് സബ്ജക്റ്റുകൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞില്ല. ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ്. 2 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളാണ് അവിടെ ഉള്ളത്. ഇനി വരുന്നത് ബാച്ചിലേഴ്സ് പ്രോഗ്രാമാണ്, ഡിഗ്രി പ്രോഗ്രാമുകളാണ്. ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA, ടൂറിസം മാനേജ്മെൻ്റ് ആണ്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. മിനിമം 45 മാർക്കോടുകൂടിയുള്ള +2 ആണ് യോഗ്യതയായിട്ട് വരുന്നത്. അതിൽ എനി +2 ആണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് ബാച്ചലർ ഓഫ് കോമേഴ്സ് BCom ആണ്, ട്രാവൽ ആൻഡ് ടൂറിസം. ഇതും 4 വർഷത്തെ കോഴ്സ്. സെയിം എലിജിബിലിറ്റിയാണ്. 45% മാർക്കോടുള്ള എനി +2 ആണ് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്നാണോ ലാസ്റ്റ് ഡേറ്റ് വയ്ക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ടാവുക. ഇനി പറയാൻ പോകുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, PGDTH എന്നാണ് പ്രോഗ്രാമാണ്. 1 വർഷത്തെ പ്രോഗ്രാം പ്ലസ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. 50% മാർക്കോട് കൂടിയുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത്. ജൂൺ 15 തീയതിയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഡയറക്ടർ കിഡ്സ്, റെസിഡൻസി തൈക്കാട്, തിരുവനന്തപുരം
695014 എന്നുള്ള അഡ്രസ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി ഓഫീഷ്യൽ വെബ്സൈറ്റിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. അടുത്ത് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അത് 1 ഇയർ കോഴ്സ് തന്നെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാജുവേഷൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞത്. ജൂൺ 15-ാം തീയതിയാണ് അവസാന ഡേറ്റ്. 2025 ജൂൺ 15-ാം തീയതി അവസാന ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള. പിന്നെ വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പബ്ലിക് റിലേഷൻ ആണ്. 1 ഇയർ കോഴ്സ് പ്ലസ് ഇൻറ്റേൺഷിപ്പ് വരും. ഇതിൻ്റെയും അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 15, 2025 ഗ്രാജുവേഷൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്. അടുത്ത് വരുന്നത് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് DATM. തലശ്ശേരി ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോഗ്രാം. 6 മാസത്തെ പ്രോഗ്രാമാണ്. ഗ്രാജുവേഷൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 40% മാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ജൂൺ 15 ഇവിടുത്തെ ലാസ്റ്റ് ഡേറ്റ്. പിന്നെ വരുന്ന ഡിപ്ലോമ ഇൻ എയർപോർട്ട് ഓപ്പറേഷൻ ആണ്. 6 മാസത്തെ പ്രോഗ്രാം. +2 പാസ്സായ ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂൺ 15-ാം തീയതിയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പിന്നെ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന കോഴ്സാണ്. 6 മാസത്തെ കോഴ്സ്. +2 ആണ് യോഗ്യതയായിട്ട് വരുന്നത്. ജൂൺ 15 ലാസ്റ്റ് ഡേറ്റ്. പിന്നെ വരുന്ന ഡിപ്ലോമ ഇൻ മൾട്ടി സ്കിൽഡ് ഹോസ്പിറ്റാലിറ്റി എക്സിക്യൂട്ടീവ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 100% സ്കോളർഷിപ്പാണ് SC/ST സ്റ്റുഡൻസിന്. അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ഗേൾസിന് ഫ്രീ ആയിട്ട് പഠിക്കാം. അതുപോലെ 50% സ്കോളർഷിപ്പ് ഫോർ ജനറൽ കാറ്റഗറിയിൽ ലഭിക്കുന്ന വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സ്. 6 മാസത്തെ കോഴ്സ്. +2 പാസ്സായ ആർക്കും അപ്ലൈ ചെയ്യാം. ജൂൺ 15-ാം തീയതിയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ്. ഇത്രയധികം ഫെലോഷിപ്പുകൾ നൽകുന്ന ഒരു കോഴ്സ്. ഇനി അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ടൂറിസം മാനേജ്മെൻറ്റ്. ഓൺലൈൻ കോഴ്സാണ്. 9 മാസത്തെ കോഴ്സ്. ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നാണ് പറയുന്നത്. എനി ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. നോ ഏജ് ബാർ. ഇതും ജൂൺ 15 അവസാന ഡേറ്റ്. പിന്നെ വരുന്ന അടുത്ത ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ ടൂറിസം ഓൺട്രപ്രണർഷിപ്പാണ്. ഇവിടെ 6 മാസത്തെ കോഴ്സ്. +2 പാസ്സായ ആർക്കും അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് ഇല്ല. ജൂൺ 15, 2025 അവസാന ഡേറ്റ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി കുറച്ചും കൂടി സ്പോൺസേഡ് ട്രെയിനിങ് പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെ സ്കെഡ്യൂൾ മെയ് മാസത്തിൽ വരും എന്നാണ് പറയുന്നത്. പ്രോഗ്രാമുകൾ ഇതൊക്കെ തന്നെ: അഡ്വഞ്ചർ ടൂറിസം, ഫ്രണ്ട് ഓഫീസ് അസോസിയേറ്റ്, മൾട്ടി ക്യൂസിൻ കുക്ക്, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, F&B സർവീസ്, ഗൈഡിങ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ ടൂർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നാച്ചർ ഇൻ്റർപ്രിറ്റർ, ടൂറിസം ഓൺട്രപ്രണർഷിപ്പ്. ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കുള്ള ആപ്ലിക്കേഷനും മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മെയിൽ ഇൻഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. കേരളത്തിൽ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലെ കോഴ്സുകളാണ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, +2 കഴിഞ്ഞ ആളുകളാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളുകളാണോ നിങ്ങൾ, പോസ്റ്റ് ഗ്രാജുവേഷനെ കുറിച്ചാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാജുവേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്, അതോ ഡിപ്ലോമ പ്രോഗ്രാമുകളെ കുറിച്ചാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാമുകളെ കുറിച്ചാണ് ആലോചിക്കുന്നത്, അത്തരത്തിലുള്ള ആളുകൾക്ക് 6 മാസത്തെ പ്രോഗ്രാം മുതൽ 4 വർഷത്തെ പ്രോഗ്രാമുകൾ വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമാണിത്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഓൾറെഡി ഇപ്പോൾ MBA ആണ്. നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ MBA നിങ്ങൾ അപ്ലൈ ഓൺലൈനിൽ കണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു വിൻഡോ ആണ് വരുന്നത്. MBA ട്രാവൽ ആൻഡ് ടൂറിസം എന്നുള്ള വിൻഡോ വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീ 400 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നു. പേയ്മെൻറ്റ് മെത്തേഡ് ഓൺലൈനായിട്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ കളക്ട് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 400 rupees ആപ്ലിക്കേഷൻ ഫീ അടച്ച ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. എല്ലാം ഫില്ല് ചെയ്തിട്ട് പ്രിവ്യൂ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. ഇത് MBA പ്രോഗ്രാമിലുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ കാണിച്ചത്. അതിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ മറ്റു പ്രോഗ്രാമുകൾക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോൺടാക്ട് ഡീറ്റെയിൽസും ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.